നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണോ എന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ അലീനയോട് ശിവശങ്കറിന് ഹരിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ശരണ്യയോടൊന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു ചെയ്യുമ്പോൾ അലീന പറഞ്ഞു, എനിക്ക് പറ്റില്ല അങ്കിളെ, ഞാനൊന്നും ചെയ്യില്ല അവൻ അനുകൂലമായിട്ട്. അവൻ ചെയ്ത പ്രവൃത്തി എന്താ? അവൻ ചെയ്ത ദുഷ്ടത്തരത്തിനുള്ള ശിക്ഷ അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവൻ ജയിലിൽ കഴിയണേ. അവൻ പ്രേമിച്ചൊരു പെൺകുട്ടിയെ വശത്താക്കി, അതും പോരാഞ്ഞിട്ട് കൂട്ടുകാർക്ക് കാഴ്ച വെക്കുകയും ചെയ്തു. അതായിരുന്നു അവൻ ചെയ്യണ്ടേ. ഇതിനു മുമ്പ് അവൻ പലവട്ടം അവളെ കൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ ജ്യൂസിനകത്ത് മയക്കുമരുന്ന് കലർത്തിക്കൊടുത്ത് അവളെ ആ വിധവാക്കി വിട്ടത്. അങ്കിളിന് തന്നെ അറിയാലോ അവൻ എന്നോട് എന്തു ക്രൂരതയെ ചെയ്തേന്ന്. അപ്പൊ പിന്നെ അവന് വേണ്ടി ഞാൻ സംസാരിക്കണോ? ഇല്ല അങ്കിളെ, ഞാൻ സംസാരിക്കില്ല. ഒരിക്കലും അവന് വേണ്ടി ഞാൻ സംസാരിക്കില്ല. അവന് കിട്ടേണ്ട ശിക്ഷ തന്നെ കിട്ടിയത്. ഇനി പറ്റുമെങ്കിൽ അവനെ വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിലും കൊണ്ട് ചികിത്സിക്കാനും കൂടെ നോക്കണം. അതുപോലെയുള്ള പ്രവൃത്തികളാണ് അവൻ ചെയ്തിരിക്കുന്നേ. അപ്പോഴേക്കും ശിവശങ്കരൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അലീന പറഞ്ഞു, അങ്കിളെ, എനിക്ക് അങ്കിളിനോടൊരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്കിളായിട്ടത് ഇല്ലാതാക്കരുത്. അത് കേട്ടപ്പോൾ ശിവശങ്കരന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ശിവശങ്കരൻ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് തിരിയണ സമയത്ത് അലീന ചോദിച്ചു, അങ്കിളെ, എന്നോട് ദേഷ്യമുണ്ടോ? ഞാൻ മോളോട് ദേഷ്യപ്പെട്ട് എന്ത് ചെയ്യാനാ? അല്ലെങ്കിലും ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. എൻ്റെ മകനായി പോയില്ല, കൊന്നുകളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ വന്നതാ. പിന്നെ അങ്കിളെ, ഒരു കാര്യമുണ്ട്. ഇന്നലെ മാഡം എൻ്റെ മുറിയിലേക്ക് വന്നായിരുന്നു. എന്നോടൊന്ന് ഇവിടുന്ന് പോയിക്കോളാൻ പറഞ്ഞു. എന്നിട്ടോ നീ എന്ത് പറഞ്ഞു? ഞാൻ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു ശല്യമായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തിരികെ വരത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. എത്ര രൂപ വെള്ളം നഷ്ടപരിഹാരം തരാം, ലക്ഷങ്ങൾ തരാമെന്നാ മാഡം എന്നോട് പറഞ്ഞേ. അത് പിന്നെ അവൾക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തോണ്ടല്ലേ. കാര്യങ്ങൾ അറിയത്തില്ലാത്തോണ്ട് അത് പിന്നെ എല്ലാത്തിനും ഒരു മുഖംമൂടിയാണല്ലോ. ഒന്നും അറിയത്തില്ല എന്നങ്ങൾ ഭാവിക്കുവാണെങ്കിൽ. അല്ല അങ്കിളെ, ശരി, അങ്കിള് പോയി മാഡത്തിനെ കാണ എന്ന് പറഞ്ഞു. അങ്ങനെ ശിവശങ്കരൻ വൈജയന്തിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭൈജയുടെ മുറിയുടെ അവിടെ വന്ന് ശിവശങ്കരൻ കഥയെ മുട്ടുവാണ്. ഡോറെ മുട്ടിക്കഴിഞ്ഞപ്പോൾ ഭൈജ പോയി കഥ തുറന്നു. ഇതെന്താ നീ ഈ കഥയൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നേ എന്ന് ചോദിച്ചു. ലോക്ക് ചെയ്താലും ചെയ്തില്ലേലും ഇപ്പം എന്താ അതിന് ലോക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇങ്ങോട്ട് കയറി വന്നേ ഇപ്പം കഥയെ മുട്ടിയിട്ട് വേണമല്ലോ വരാനായിട്ടോ. നമ്മളെ കാണാനായിട്ട് ആര് വരാനായിട്ടാ? ഇതിപ്പം ഞാൻ വന്നില്ലേ ഭൈജെ. പിന്നെ ഇപ്പൊ ശിവേട്ടൻ അപ്രതീക്ഷിതമായിട്ട് വന്നതല്ലേ, എന്നെ കാണാൻ വേണ്ടി വന്നൊന്നും ആയിരിക്കില്ലോ. അതെന്ത് വർത്താനോ വൈജയ് നീ പറയണേ? ഇന്നലെ നീ രാത്രി വിളിച്ചിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കാര്യം എന്താ? അതുകൂടെ കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്ത് പറയാനായിട്ട്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ. അലീനയാണ് എൻ്റെ പ്രധാന പ്രശ്നം. അവൾ ഈ വീട്ടിൽ നിന്ന് പോകണം. എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവണമെങ്കിൽ. നേരത്തെ അവൾ എൻ്റെ ഭർത്താവിനെ മാത്രമേ കൈയടക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം എൻ്റെ മക്കളെയും കൂടെ കൈയടക്കി വെച്ചിരിക്കുക. ആ വൃത്തികെട്ടോള് ഏതോ ഒരു വേശ്യ ജനിച്ച പെണ്ണാവള്. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ശിവശങ്കരൻ പറഞ്ഞു, വെറുതെ അനാവശ്യം പറയരുത് വൈജയ്. വാക്കുകളൊക്കെ സൂക്ഷിച്ച് നീ ഉപയോഗിക്കണം. അറിയാലോ, വായിന്ന് വീണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ തന്നെ പറയും ശിവേട്ട, അല്ലാതെ പിന്നെ എന്താ ഞാൻ പറയേണ്ടത്? ബാലേന്ദ്രനെ ദത്തുപുത്രിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ. പിന്നീട് ബാലേന്ദ്രൻ മോളാന്ന് പറയുന്നത്. ഇതിലെ സത്യാവസ്ഥ എന്താന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ എനിക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അവൾ ഈ കുടുംബം തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് അവൾ എത്രയും പെട്ടെന്ന് പോകണം. ഇപ്പം അതാണ് വൈജയ് നിന്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം അത് തന്നെയാണ്. അവൾ ഈ വീട്ടിൽ നിന്ന് പോകണം. അവൾ ഈ വീട്ടിൽ നിന്ന് പോയാലേ സ്വസ്ഥത വരത്തുള്ളൂ. നിനക്ക് ഉറപ്പുണ്ടോ അവൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാവത്തുള്ളെന്ന്? എനിക്ക് ഉറപ്പുണ്ട്. അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ സ്വസ്ഥത സമാധാനം കൈവരും. എനിക്ക് 100% ഉറപ്പുണ്ട്. അല്ല, അവളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു അവൾ ഈ വീട്ടിൽ നിന്ന് പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെയാണോ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞങ്ങളിൽ ഒരാളോ ഈ വീട്ടിൽ കാണത്തുള്ളൂ. ഞാൻ പിന്നെ ഈ വീട്ടിൽ കാണത്തില്ല. ശിവശങ്കരൻ പറഞ്ഞു, വൈജയ് നീ ഈ വീട്ടിൽ നിന്ന് പോവരുത്. ഇന്ന് നിന്റെ വീടും കൂടെ അല്ലേ. എൻ്റെ വീടൊന്നുമല്ല, കണ്ടവൾമാരുടെ വീടാണ് പോയത്. എൻ്റെ വീടാവണമെങ്കിൽ അവൾ ഇവിടുന്ന് പോകണം. വൈജയ് നീ ഇങ്ങനെ വാശി പിടിക്കുന്ന എന്തിനാ? വാശിയല്ല ശിവേട്ട, ഇതെൻ്റെ ആവശ്യമാണ്. എനിക്ക് അവൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൾ ഈ വീട്ടിൽ നിന്ന് പോയാലും എനിക്ക് സമാധാനം ആവത്തുള്ളൂ. ഒടുവിൽ ശിവശങ്കരൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പോയിക്കോളുന്ന്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ വഴക്കോ തർക്കങ്ങളൊന്നും വേണ്ട. പക്ഷെ അവൾ പോകുന്നോളം വരെ നീ ഈ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല. നീ ഇവിടെ തന്നെ കാണണം എന്നൊക്കെ വൈജയോട് ശിവശങ്കരനും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി അലീനയെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ചോദിച്ചു, ചേച്ചിക്ക് അവിടെ സുഖമാണോ എന്ന് ചോദിച്ചു. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ ഇപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ബബിതയും കൃഷ്ണമോളും ഒക്കെ ഉണ്ട്. അവരെല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. ഞാൻ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. ഓഹോ, അപ്പം ചേച്ചി അവിടുത്തെ ഒരു കൊച്ചമ്മയല്ലേന്ന് ചോദിച്ചു. അത്രയ്ക്കൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല,
ഇനിയിപ്പം ആരായിരിക്കും ഇവിടുത്തെ കൊച്ചമ്മ? ഇപ്പം ബബിതയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചേച്ചിക്ക് പഴയ കിരീടം ചെങ്കോലൊക്കെ കിട്ടുമോ? ആർക്കറിയാം, കണ്ടറിയണം. പിന്നെ മോളെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു. പോകാനോ? എങ്ങോട്ടേക്ക്? അതൊന്നും തീരുമാനമായിട്ടില്ല. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇവിടുന്ന് മാറിയേക്കാന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതെന്ത് പറ്റി ചേച്ചി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മളെപ്പോഴും വന്നിരിക്കുന്ന അതിഥികളല്ലേ മോളെ, നമുക്ക് പോയല്ലേ മതിയാവുള്ളൂ. ചേച്ചി, അപ്പോൾ ചേച്ചിയുടെ സ്വപ്നങ്ങളോ? എൻ്റെ സ്വപ്നങ്ങളോ? അതിനൊന്നും യാതൊരു വിലയില്ലാന്ന് പറഞ്ഞു. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. ചേച്ചി, അപ്പോൾ ചേച്ചിക്ക് കുറേ ആഗ്രഹങ്ങളില്ലായിരുന്നോ? ചേച്ചിയുടെ അമ്മയെ ചേച്ചിയുടെ അമ്മയോടൊപ്പം കഴിയണം, അങ്ങനെയൊക്കെ. നമ്മൾ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ലോ. അമ്മയ്ക്ക് വേണ്ടെന്നെ. പിന്നെ ഞാനിവിടെ നിൽക്കണേ എന്തിനാ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനും അമ്മയോട് ഒരുമിച്ച് പോകത്തില്ല. അതെന്നോട് വ്യക്തമായി കഴിഞ്ഞു. അപ്പം ഞാൻ പിന്നെ പിന്മാറുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ തീരുമാനിച്ചു. ചേച്ചി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ചേച്ചി ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. അതൊന്നും സാരമില്ല മോളെ. ഇപ്പം ഞാൻ നോക്കുന്നത് ഈ കുടുംബത്തെ നോക്കുന്നത്. ഒരുപക്ഷെ ഞാനിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താവെന്ന് അറിയില്ല. ഞാനിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയുന്ന സത്യങ്ങളൊക്കെ വിളിച്ചു പറയുമെന്നാണ് പറയണേ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ച് കയറത്തില്ല മോളെ. ചേച്ചി, എനിക്കിത് കേട്ടിട്ട് എന്നെ വലിയ സങ്കടം വരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒടുവിൽ അലീന പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. പിന്നെ ചേച്ചിനെ ഞാൻ വിളിച്ച് വേറൊരു കാര്യം പറയാനും കൂടെ കൂടിയിട്ടാ. ചിന്നുമോളുടെ കാര്യം. ചിന്നുമോളുടെ കാര്യം അതെന്താ? അതെ, ചിന്നുമോളെ ദത്തെടുക്കാനായിട്ട് ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു. നല്ല കൂട്ടരാ. ദത്തെടുക്കാനോ? അവളെ അങ്ങനെ ദത്തെടുക്കാൻ പറ്റുന്ന കാര്യമാണോ? അവളെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, നമ്മുടെ 2 പേരുടെയും പെർമിഷൻ വേണം. അതൊക്കെ എനിക്കറിയാം ചേച്ചി. മദർ സുപ്പീരിയർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വിളിച്ചു, പിന്നെ ഇപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ വിളിച്ചിട്ട് ഒരു കൂട്ടർ വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. വലിയ റിച്ച് ഫാമിലിയാണ്. അവർക്ക് ഒരാൺകുട്ടീനെയായിരുന്നു വേണ്ടേ. ഒരാൺകുട്ടിയെ ദത്തെടുക്കണമെന്നൊപ്പം തന്നെ ചിന്നുമോളെയും കൂടെ അവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചിന്നുമോളെയും കൂടെ ദത്തെടുക്കാമെന്ന് പറഞ്ഞിരിക്കുക. അല്ല മോളെ, അതിന് ഇനിയിപ്പം നമ്മൾ ചേച്ചി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. മോള് ധൈര്യമായിട്ടിരിക്കുക. എന്നാലും പെട്ടെന്നൊന്നും നടക്കില്ലല്ലോ. ഞാനിവിടെ നിന്ന് ഏറ്റോട്ടെ, കുറച്ചൊരു സാവകാശം കൊടുക്കാം. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. ചേച്ചി, എൻ്റെ വിഷമം അതല്ല. ചിന്നുമോൾ അവരെ ദത്തെടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുമോ? എനിക്ക് അതൊക്കെ ഓർത്തൊരു വലിയ വിഷമമുണ്ട് മോളെ. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ, അച്ഛനും അമ്മയും കിട്ടുമല്ലോ. അതെല്ലാം നല്ല കാര്യം. അത് ശരിയാ. ചിന്നുമോളെ അവർ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് 5 ലക്ഷം രൂപ ഓർഫനേജിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല കാര്യമുള്ളോ. കുറേ കുട്ടികളുടെ കാര്യം നടന്നു പോകല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ ശരിയേച്ചി. പക്ഷെ ചിന്നുമോള് നമുക്ക് നോക്കാം. നീ ധൈര്യമായിട്ടിരിക്കുക. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാമെന്നൊക്കെ അലീന അവൾക്ക് ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ പ്രഭാകരനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും ശരണയുടെ അമ്മ കൊണ്ടുവന്ന് ഫോൺ കൊടുക്കണത് ആരോ വിളിക്കുന്നുണ്ട്. ആരാ? ഏതോ ഒരു നമ്പരാന്ന് പറഞ്ഞു. അങ്ങനെ പ്രഭാകരൻ കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, മിസ്റ്റർ പ്രഭാകരനല്ലേന്ന് ചോദിച്ചു. അതെ, ആരാ? ഞാൻ ശിവശങ്കരൻ മേനോൻ. പ്രഭാകരന് മനസ്സിലായില്ല. ആ പേര് കേട്ടിട്ട് പോലുമില്ല. എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. അത് പിന്നെ ഞാൻ ഹരിശങ്കറിൻ്റെ അച്ഛനാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാകരന് കലിപ്പായിപ്പോയി. നിങ്ങൾ എന്ത് കാണിക്കാൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ച? അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം ശിവശങ്കരൻ പറഞ്ഞു, അതെ, എനിക്ക് പറയാനുള്ള കാര്യം കേൾക്കണം. ദൈവത്തെ ഓർത്ത് കോള് കട്ട് ചെയ്യരുത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എൻ്റെ മകൻ ചെയ്ത തെറ്റ് തന്നെയാ, ഞാൻ അംഗീകരിക്കുന്നു. അതിനുള്ള ശിക്ഷ അവന് കിട്ടുകയും വേണം. പക്ഷെ അവൻ ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷ അത് കിട്ടേണ്ട കാര്യമുണ്ടോ? 2 വർഷം മുമ്പ് അവൻ അവളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണ് അവൻ എന്നോട് പറയണത്. എനിക്കറിയില്ല. ഒരുപക്ഷെ മോളോടൊന്ന് പറയുവാണെങ്കിൽ എൻ്റെ മോന് പോക്സോ കേസിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ പറ്റുമായിരിക്കും. അത് കേട്ടപ്പം പ്രഭാകരൻ പറഞ്ഞു, ഒന്നും പറയില്ലടോ, ഞാനൊന്നും പറയില്ല. ഇതേ ഇനിയിപ്പം തൻ്റെ മകന് കിട്ടാവുന്നത്ര മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. തൻ്റെ മകനെ വെറുതെ ഇടാൻ പോകുന്നില്ല. താനൊരു അച്ഛനാണോടോ? തനിക്ക് നാണമുണ്ടോ? മക്കളെ വളർത്തി വിട്ടിരിക്കുന്നു എന്ന് വേണ്ട വായി വന്ന ചീത്തെല്ലാം പ്രഭാകരൻ പറഞ്ഞു. ഒടുവിൽ ശിവശങ്കരൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ മനസ്സെന്താന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ മോനായി പോയില്ലേ, എനിക്ക് കൊന്നുകളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രം. എടോ, താൻ കോള് കട്ട് ചെയ്തിട്ട് പോക്കോ, അല്ലെ ഞാൻ തന്നെ കോള് കട്ട് ചെയ്തോളാം. എൻ്റെ മോളെ കൊണ്ട് പറയിപ്പിക്കണോ അല്ലേ? ഏതറ്റം വരെ പോലും അവന് ഞാൻ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുള്ളൂ. അതും പറഞ്ഞ് പ്രഭാകരൻ കോള് കട്ട് ചെയ്തു. ശിവശങ്കരൻ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. പിന്നീട് പ്രഭാകരൻ ഭാര്യയോട് പറഞ്ഞു, അയാളെ വിളിച്ചത് ആ ഹരിശങ്കറിൻ്റെ അച്ഛന്
നമ്മൾ പോക്സോ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം പോലും, ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോഴേക്ക് ശരണയുടെ അമ്മ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്താവാനാ, പാവം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തെറ്റിനൊക്കെ ശിക്ഷ അനുഭവിക്കുന്ന കാരണവന്മാരല്ലേ, അച്ഛനും അമ്മയൊക്കെയല്ലേ മക്കൾ ചെയ്യുന്ന ഓരോ തെറ്റിന് ശിക്ഷ. ഇപ്പം നമ്മൾ തന്നെ എത്രമാത്രം ഒന്ന് അനുഭവിച്ചു ഒന്ന് ഓർത്ത് നോക്കിയേ. ആൾക്കാരുടെ മുന്നിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല, നടക്കുന്ന സമയത്ത് ഓരോരോ ചോദ്യങ്ങളായിരിക്കും, അതുപോലെ എത്ര എത്ര അനുഭവങ്ങൾ. പിന്നെ അവർക്കും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കില്ല അവരുടെ അനുഭവങ്ങളും. അതൊക്കെ കേട്ട് ഞാൻ പ്രഭാവനും എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഈ സമയത്ത് അലീന ഡൈനിങ് ടേബിളിലേക്ക് ആഹാരം എല്ലാം കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളും ബബിതയും വന്നു. ചോദിച്ചു, നിങ്ങൾ കഴിക്കണില്ലേ ബാ, ഞാൻ അടുത്തേരം കഴിക്കാൻ പറഞ്ഞു. അലീനേച്ച് കഴിച്ചോ? ഞാൻ കഴിച്ചില്ല. ബബിത പെട്ടെന്ന് അലീനയോട് പിടിച്ചിരുത്തി. അലീനേച്ച് കഴിക്കുക, അല്ലെങ്കിൽ സമയം പോവും, എനിക്ക് കുഴപ്പമില്ല, കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അലീന കഴിക്കുവാണ്. അതെ, ഇനിയും താമസിച്ചിട്ടുണ്ടെങ്കിൽ എന്തേ രോഹിത് എന്തേ? രോഹിത്തിനുള്ള ചായയൊക്കെ ആയിട്ട് മുറിയിലേക്ക് കയറിയതാ, ഇതുവരെയായിട്ടും ഇറങ്ങി വന്നിട്ടില്ല. അവന് ചിലപ്പം ബുദ്ധിമുട്ട് കാണുമായിരിക്കും കോളേജിലേക്ക് പോകാനായിട്ടെ. കൃഷ്ണമോട് പറഞ്ഞു, അലീനേച്ചി എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ കാര്യമൊന്നുമില്ല, വലിയൊരു ഉത്തരവാദിത്തം തന്നെയാ. അലീനേച്ചി പേടിയില്ലേ? എന്തിന്? അല്ല, ആ അച്ഛനാണെങ്കിൽ അത്ര ശരിയല്ല. കാരണം അച്ഛൻ്റെ അടുത്ത് ഒരടോഭ്യാസമൊന്നും നടക്കില്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. നേരെ വാ എന്നുള്ള പ്രകൃതക്കാരനാ. അതൊന്നും സാരമില്ല മോളെ, ഞാൻ അവനെയും കൊണ്ട് കോളേജിൽ പോയി സംസാരിച്ചോളാം. നോക്കാം എന്താ വരുന്നതെന്ന്. നമ്മൾ പിന്മാറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിടത്തും എത്താനായിട്ട് സാധിക്കില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ മുന്നിട്ടിറങ്ങണം. അവന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കുക. അതുകൊണ്ടല്ല അവനെ കൊണ്ട് ഞാൻ കോളേജിലേക്ക് പോകാമെന്ന് പറഞ്ഞേ. ഇനിയിപ്പോൾ അവൻ മടി പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവനൊന്നും ചെയ്യാൻ സാധിക്കില്ല. പവിത പറഞ്ഞു, അത് ശരിയാ. അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു, ചേച്ചിയുടെ മോട്ടിവേഷൻ ക്ലാസ് ചേച്ചി അവിടെ ചെന്നിട്ട് എങ്ങനെ ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചു. പവിത പറഞ്ഞു, ചേച്ചി പറഞ്ഞെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, നിന്നെപ്പോലെ ബളബളന്നല്ല. അത് കേട്ടപ്പോൾ അലീനെ ചിരിച്ചു. കൃഷ്ണമോൾ പറഞ്ഞു, ഈയിടെയായിട്ട് ചേച്ചിക്ക് ഇച്ചിരി ഭക്ഷഭേദം കൂടുന്നുണ്ട് കേട്ടോ. അയ്യോടി അങ്ങനെയാണോ? എന്നാൽ ഭക്ഷഭേദമുള്ള ആളെന്ന് പാതുറന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വായിക്കാത്തേക്ക് ഇച്ചിരി ആഹാരം വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം മാറിയല്ലോ, തൽക്കാലത്തേക്ക് കുഴപ്പമില്ല. എന്നാലും അതെ, നീ പോയി രോഹിത്തിനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ? ആഹാരം കഴിക്കാണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങണം. ശരി ചേച്ചി, ഞാൻ പോയി വിളിക്കാമെന്ന് പറഞ്ഞ് ബബിത അങ്ങോട്ട് കയറിപ്പോയി. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കരൻ മേനെ കാണാനായിട്ട് ശിവശങ്കരൻ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. കമല അവർക്കുള്ള ചായയെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പം ശിവശങ്കരനോടായിട്ട് അയാൾ പറഞ്ഞു, അതെ സുഭാഷ് ഏട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, സുഭാഷ് ഏട്ടൻ വരണമെന്ന് ഓർത്തിരുന്ന, പക്ഷേങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ ഇതുപോലത്തെ ഒരു കേസിൽ ഇടപെടുക എന്ന് പറഞ്ഞാലേ അതത്ര നല്ല കാര്യമൊന്നുമല്ല, അതുകൊണ്ടാണ് വരാതിരുന്നത്. സാരമില്ല, നമുക്ക് നോക്കാം, അവനെ നമുക്ക് പുറത്തിറക്കാൻ പറ്റുമോ നോക്കാം. അപ്പം ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ശിവശങ്കരനെ. എങ്ങനെയെങ്കിലും ഹരിശങ്കരൻ ഒന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ആരുടെയും കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.